24 Jan 2025 രാവിലെ 8 മണിക്കുള്ളിൽ മഹാത്മാഗാന്ധി മറീൻ നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓക്കെ, അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. 1800 രൂപ പെർ ടിക്കറ്റിൽ നമ്മൾ ജോളി ബോയ്ക്ക് പോവാണ്. പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ പ്ലാസ്റ്റിക്കായിട്ടുള്ള എന്തെങ്കിലും അവോയ്ഡ് എന്ന് വെച്ചാൽ കവറുകളും പിന്നെ കുപ്പികളും ഇതൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വെച്ചിട്ട് വരിക. ഹാർഡ് പ്ലാസ്റ്റിക്കുള്ള നമ്മുടെ മറ്റേ അങ്ങനത്തെ കുപ്പികളുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരിക. പിന്നെ അലൂമിനിയം ഫോയിൽസും ബാക്കിയെല്ലാം അലൗഡാണെന്ന് തോന്നുന്നു. നല്ല ക്യൂ ആണ്. രാവിലെ 8 മണിക്കുള്ളിൽ എത്തിയാൽ നല്ല ക്യൂ ആയിരിക്കും. ഒരു 7:45 എത്താൻ നോക്കുക. നമ്മുടെ മെയിൻ സെൻറ്ററിൽ നിന്ന് എങ്ങനെ വന്നാലും ഒരു മണിക്കൂർ പിടിക്കും. ഇപ്പോൾ രാവിലെ ഒരു 6:45 ഇറങ്ങുക. വണ്ടൂരാണ് സ്ഥലം, വണ്ടൂർ കേട്ടോ. ഇമാതിരി കോറൽസാണ് നമ്മളവിടെ കാണാൻ പോകുന്നത്. നമ്മൾ ഹാവ്ലോക്കിൽ നീലിലൊക്കെ കണ്ടിട്ടുണ്ട് ഹണികോം കോറൽസ്, പിന്നെ അതേപോലെ തന്നെ ഗ്രേറ്റ് സ്റ്റാറൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എവിടെയും കാണാം. ഇതിലൊന്നും കൂടി നല്ലതാണെന്നാണ് പറയുന്നത്. ഗ്ലാസ് ബോട്ടം ബോർഡർ ചെയ്തുകൊണ്ട് അതും നമുക്ക് ഇവിടെ കാണാം. ഇൻസ്ട്രക്ഷൻസ്, പെർമിറ്റ് വേണം. ഇതൊക്കെ നമ്മൾ ഏജൻറ്റ് വഴി പോയി, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം. ഇവിടെ നിന്നൊരു ഗേറ്റുണ്ട്. ഗേറ്റ് വഴി എൻട്രി. ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ചെക്കിംഗ് ആണ്. ഞങ്ങൾ ക്യൂവിൽ ഫസ്റ്റ് തന്നെ വന്ന് നിന്നു 7:45. അല്ലെങ്കിൽ നല്ലൊരു ക്യൂ വന്ന് നിൽപ്പുണ്ട് ഇവിടെ. ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് ചെക്കിങ്ങിന് തന്നെ ഒരു 3/4 മണിക്കൂർ പിടിക്കും. നമ്മൾ ജോളി ബോയിൽ 2.5 മണിക്കൂർ നിൽക്കും. അതിനുശേഷം തിരിച്ചു വരും. ഇപ്പോൾ 2:30-ക്കുള്ളിൽ തിരിച്ചെത്തണം എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ. ഇപ്പോൾ നമ്മൾ ബോർഡിങ് തുടങ്ങി. കറക്റ്റ് 8 മണിക്ക് തന്നെ ആൾ വന്നു. തിരക്കുണ്ട്, ഇല്ല എന്നല്ല. ചുമ്മാ ഒരു സാമ്പിൾ ചെക്ക് നടത്തും. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടോ, പ്ലാസ്റ്റിക് കവറുകളുണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അവോയ്ഡബിളാണ്. അവർ പിന്നെ അവരെ ഇറക്കി വിടും. പിന്നെ ആകെ ഇതാവും. ഇതിങ്ങനത്തെയാണ് ഇവരുടെ ബോട്ട്. കയറി പോകും. മോളിപ്പോൾ ഓൾറെഡി ഡെസ്പാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല. ജോളി ബോയിലൊന്നും കിട്ടൂല. ഇപ്പോൾ രാവിലെയുള്ള ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ. ഇപ്പോൾ സമയം രാവിലെ 8:15. ചെക്കിങ്ങിൻ്റെ പേരിൽ ചെറിയ 2 പേര് അവിടെ നിൽപ്പുണ്ട്. അവരിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു വെർബലിലാണ് ഒന്നും ഇല്ലയെന്ന് കയറ്റുമ്പോൾ തന്നെ അവർ കയറ്റി വിടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ എന്ന് വെച്ചാൽ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ എടുക്കാതിരിക്കുക. മറ്റേ ഹാർഡ് പ്ലാസ്റ്റിക്കില്ലേ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്, അതൊക്കെ ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവർ ഇവിടെ നിന്ന് തരുന്നുണ്ട് ചില പ്ലാസ്റ്റിക്കിൻ്റെ ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ്. അത് ഉപയോഗിക്കാവുന്നതാണ്. മിൽട്ടൺ ബോട്ടിൽ, അതാണ് സാധനം. ഓക്കെ, കയറുമ്പോൾ തന്നെ ഈ ഐറ്റമൊക്കെ തരും. എല്ലാവരും ഇട്ടിട്ട് ഇരിക്കണം. എനിക്ക് തോന്നുന്നു ഒരു 1/2 മണിക്കൂറെങ്കിലും പിടിക്കും ഈ സെക്യൂരിറ്റി ചെക്സ് കഴിയാൻ. അപ്പോൾ 8 മണിക്ക് എത്തിയിട്ട് 8:30 നമ്മൾ ബോട്ട് ഇവിടുന്ന് പുറപ്പെടുള്ളൂ എന്ന് തോന്നുന്നു. ഒരു 100 പേർക്ക് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടാണിത്. സമയം ഇപ്പോൾ 8:23. ഒരു 8:30-ക്ക് ജസ്റ്റ് മുമ്പ് ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി അവിടെ എപ്പോഴാണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു സാധനം തന്നിട്ടുണ്ട് അവർ, ബ്രേക്ക്ഫാസ്റ്റ് പോലെ. ഫുഡ് ഇതിൽ സപ്ലൈ ചെയ്യും. ബോട്ട് വന്നോണം നമ്മൾ പിക്കപ്പ് ചെയ്യാനായിട്ട് ഐലൻഡിലോട്ട്. അതാണ് ഐലൻഡ്. നമ്മളിപ്പോൾ ജോളി ബോയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ബീച്ചാണ്. ഓക്കെ, ഇറ്റ്സ് വർത്ത് കമ്മിങ് ഹിയർ വൺസ്. ഇവിടെ നല്ലതാണ്. ഇവിടെ ജെൻസ് ടോയ്ലറ്റ് ഉണ്ട്, ചേഞ്ചിങ് റൂമുണ്ട്,
ഉണ്ട്. ഇങ്ങനത്തെ ഓരോ വീണ മരങ്ങളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് വളരുന്നതാണ് ഇതൊക്കെ. ഭയങ്കരം. കട്ടപ്പ. ഇതൊരു നേച്ചർ ട്രെയിലുണ്ട്. നമുക്കൊരു 3 മണിക്കൂർ ഇവിടെ സമയമുണ്ട്. വേണമെങ്കിൽ നമുക്ക് നേച്ചർ ട്രെയിൽ നടത്തിയിട്ട് വരാം. അത് സമയമുണ്ട്. ഇത് ചെറിയ ഐലൻഡാണ്. ചുമ്മാ ഷൂ ഇട്ടിരുന്നെങ്കിൽ അതും കൂടി ചെയ്യാമായിരുന്നു. ട്രെയിലും കൂടി നല്ല സുഖമായിട്ട്. കാരണം ഇത് കാടാണ്. ഇനിയിപ്പോൾ ചപ്പലായതുകൊണ്ട് ഇതുണ്ടോ, ഇത് നോക്കിയാൽ നല്ല ഭയങ്കരമായിട്ടുള്ള കാട്ട സീനറിയാണ്. എന്താല്ലേ, നല്ല തണലത്ത് ഇങ്ങനെ ഒന്നിരുന്ന് ചാടിയിട്ട് അടുത്ത് തന്നെ ചേഞ്ചിങ് റൂമുണ്ട്, മാറിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ 3 മണിക്കൂറേ സമയമുള്ളൂ. ഉണ്ടോ, ഇങ്ങനെയൊക്കെ വേണം പോവാൻ. ഇങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ ഒരു വനം വകുപ്പോ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. ഇതിലൊരു കെയർ ടേക്കർ പോലെ നമ്മുടെ വൈറ്റ് പേൾ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബോട്ടിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സുഖമായിട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും അപ്പുറത്ത് ബീച്ച്, ഫുൾ ബീച്ചുകളാണ്. ഒരു കോറൽ റീഫ് കാണാൻ വേണ്ടി വന്നു പോയവരാണ്. അവരെ ഒരു ടെമ്പററി ആയിട്ട് അവരെ കാണിക്കണം 20 മിനിറ്റ്സിൻ്റെ. അതവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 1000-1500 രൂപയുടെ 2 പ്ലാനുണ്ട്. അവർ പറഞ്ഞ പോലെ 1500 ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് 500 രൂപയ്ക്ക് വേണ്ടി അല്ലേ. ഇതാണ് അവരുടെ പരസ്യം. ബീച്ചിൻ്റെ കളർ കണ്ടു. അടുത്ത് വരുമ്പോൾ വൈറ്റ്, പിന്നെ ലൈറ്റ് ബ്ലൂ, പിന്നെ ഡാർക്ക് ബ്ലൂ. നമ്മൾ ബൈ മിസ്റ്റേക്ക് നീലി എന്നാണ് ഫസ്റ്റ് നമ്മൾ ഗ്ലാസ് ബോട്ടം റൈഡ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ക്ലിയർ. കാരണം ഇവിടെ അങ്ങനെ ഫെറി മൂവ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള എല്ലാം ഒരുപാട് വെറൈറ്റി ഓഫ് ആനിമൽസ്, സീ കുക്കുംബേഴ്സ്, പിന്നെ സ്റ്റാർ ഫിഷ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ക്ലിയർ ആയിട്ട് കയറും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചെയ്താൽ മതിയായിരുന്നു. അവിടെ വെറുതെ 600-700 രൂപയും കൊടുത്ത് ചെയ്തു. പക്ഷേ ഇവിടെ ഇനി ചെയ്യാണ്ട് നിർത്തിയില്ല. കാരണം നല്ല രസമുണ്ട് കാണാൻ. ഇത്രയും 4 പേർക്ക് 700-200 കൊടുത്ത് വരാമെങ്കിൽ ഒരു 4 രൂപയും കൂടെ മുടക്കാനാണോ അല്ലേ. ഗ്ലാസ് ബോട്ടം റൈഡ്. ഇതാണ് അവരുടെ 5 മിനിറ്റ് അവർ നമ്മളെ കാണിച്ചു തരും, ഒരു പരസ്യം പോലെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഈ ദ്വീപ് കംപ്ലീറ്റ് ഒന്ന് റോന്തിയിട്ട് കാണിച്ചു തരും 20 മിനിറ്റ്സിൻ്റെ. അതല്ലാതെ അതിന് 1000 രൂപ, പിന്നെ 1500 രൂപയ്ക്ക് വേറൊരു പ്ലാനും കൂടി ഉണ്ട്. ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ്, അൺലിമിറ്റഡ് ടൈം എന്നൊക്കെയാണ് പറയുന്നത്. മാക്സിമം 1 മണിക്കൂർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഒന്നര കിലോമീറ്റർ, 1.25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേച്ചർ ട്രെയിൽ തുടങ്ങിയിട്ടുണ്ട്. 1.7 കിലോമീറ്റേഴ്സാണ് ടു ആൻഡ് ഫ്രോ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു 850 മീറ്റർ വൺ സൈഡ് പ്രതീക്ഷിക്കാം. വലിയ കാടൊക്കെ വെട്ടിത്തെളിയിച്ചൊരു ട്രെയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല രസമാണ്. ഇതുണ്ട് വലിയ വലിയ മരങ്ങൾ, അങ്ങനെയൊക്കെ. കിങ് ഫിഷർ, ഡിയർ ഇവിടെ കിട്ടില്ല. മരത്തിൻ്റെയൊക്കെ കരുത്ത് കാണും നോക്കി.
ഓ ഭയങ്കര. കിളികളാണ് ഇവിടെ ഒരുപാടുള്ളത് അല്ലേ? കിളികളും മരങ്ങളും ഇവിടെ കണ്ടു കിട്ടുമോ എന്തോ, അവരൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഒരുപാട് വൃക്ഷങ്ങൾ ഇവിടെ കാലക്രമേണ വീണ് പോയിട്ടുണ്ട്. നോക്കി നടക്കണേ, കാല് നോക്കണേ. നേച്ചർ സ്ട്രെയിലൊക്കെ ആണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. പ്ലാസ്റ്റിക് 15 മിനിറ്റ് അങ്ങോട്ടും 15 മിനിറ്റ് ഇങ്ങോട്ടും മതിയായിരിക്കണം. സീനറിയെ കണ്ട് പോവാം. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. എൻ്റെ അമ്മ, വൃക്ഷാതി വൃക്ഷങ്ങളാണ്. വല്ല സൈക്ലോണിലും പിഴുത് വീണതായിരിക്കും. വാ, ചെറിയൊരു കയറ്റം ഉണ്ടല്ലോ ഇവിടെ. അത് വീണ് കിടക്കുന്ന കിടപ്പുണ്ടോ? അത് വീണപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കൂടെ പോയി കാണും. യമണ്ട മരങ്ങളാണല്ലോ. സ്നാഗ്സ് ദ വൈൽഡ് ലൈഫ് ട്രീ. ഡെഡ് വുഡ് ബ്രിങ്സ് ന്യൂ ലൈഫ്. കട്ട കോമഡി. എന്ത് വലിയ മരമല്ലേ, തൂക്കി. എൻ്റെ അമ്മ, ഇത് ക്യാമറ കയറുന്നില്ല. ടെർമിനേലിയ ബാലാച്ച ചുഗ്ലം. യമണ്ടം മരം കേട്ടോ. ഇതൊരു സെൽഫി പോയിൻ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദേ ആശോ, ഇത് അവിടെ വേറെ സെൽഫി പോയിൻ്റ്. ദേ അവിടെ ഫ്രണ്ടിൽ. നീ എൻ്റെ ബാക്കിൽ നടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹൈറ്റൊക്കെ വെച്ച്. അയ്യടാ, ഒരു ഹട്ടുണ്ടല്ലോ ഇവിടെ. അല്ല, അപ്പം നമ്മുടെ ഒരു ട്രെയിൽ കഴിഞ്ഞു, ഹാഫ് വേ കഴിഞ്ഞു. തിരിച്ചടക്കാം ഇനി. എക്കോ ഹട്ട് അടിപൊളി, നന്നായിരിക്കും. ബീച്ച് നോക്കട്ടെ ഇവിടെ. സീമഹുവ എടി, അവിടെ കണ്ടത് റോസ് ഐലൻഡ്. എടി പൊളി പൊളി. എന്താല്ലേ, കാസ്റ്റവേ തന്നെ സ്ഥലം. ടോം ഹാങ്ക്സൊക്കെ ഇവിടെ ഒന്നായിരിക്കും എടുത്തിരിക്കണം, ഒന്നും പറയാൻ പറ്റുമൊന്നുമില്ല. കണ്ടിട്ട് ഒരു കട്ട കാസ്റ്റവേ ലൊക്കേഷൻ പോലെ ഉണ്ട്. പക്ഷെ എന്താല്ലേ, കൊള്ളാം. ഇത് അവന്മാർ അങ്ങോട്ട് പോയി തുടങ്ങി കോറൽ റീഫ്സ് കാണാൻ. 1000 rupees, 1500 per ticket. നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ 1 മണിക്കൂറും കൂടി സാമ്പിൾ ഉണ്ടാവും. പക്ഷെ തിരിച്ചതെങ്ങനെ പോകും ഇനി? അപ്പോൾ അമ്മ രാവഴി പോകുന്നുണ്ടല്ലോ, അടിപൊളി. എന്താല്ലേ, നല്ല കലക്ക വെള്ളം, സൂപ്പർ. കലക്ക വെള്ളമല്ല, നല്ല വെള്ളം. ഇത് കണ്ടോ, അടിപൊളി. ഒരുപാട് മീനുകൾ. മനുഷ്യരധികം വരാത്ത കാരണം വെള്ളങ്ങളൊക്കെ വേറെ ലെവൽ. ഓക്കെ, സൂപ്പർ. നമ്മളിപ്പോൾ നടന്ന് കടന്നതേ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. എക്കോ ഹട്ട്.
എനിക്ക് പറഞ്ഞത് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വല്ല തിരിച്ചു വരവ് ഉണ്ടാവും. എന്താല്ലേ അപാരം. നമ്മൾ ട്രെയിനിലെ ഹാഫ് എത്തിക്കഴിഞ്ഞ്. ഇവിടെക്കുള്ള ആൾക്കാർ പോകുന്നുണ്ട്. ചിലപ്പോൾ ആ വഴിയായിരിക്കണം. കടൽ കാണാനും സ്കൂബ ചെയ്യാനും വന്ന ഞാൻ അവസാനം ഇവിടെ വന്നിട്ട് 3 ട്രക്കാണ് നടത്തിയത്. എന്ന അവസ്ഥയുടെ. നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടം വരെ ഉള്ളൂ. കഴിഞ്ഞ് ഇതൊരു ചുമ്മാ ഒരു കയറ്റം മാത്രമേ നിന്നെ ഇറക്കുക. അയ്യോ, ഇതൊരു മാതിരി എക്സസൈസായി പോയിട്ടാ. കയ്യിലേ ഇതുണ്ട നല്ല ലോഡാണ്, അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ബക്രി പാതി. അവനൊക്കെ ഏത് ലോജിക്കിലാണ് ഈ പേര് കിട്ടേക്കണത്? മാക്രോഫില, അതൊക്കെ. ഇത് കൊള്ളാടി, ചുമ്മാ ഒന്ന് അല്ലേ നടക്കാൻ പറ്റിയൊരു സ്ഥലം. വാ. അയ്യോ, ഞാൻ ഫ്രണ്ടിലെടുക്കാം. ഞാൻ ഷുഗർ ഉള്ളത് കൊണ്ടാണോ? ഷുഗർ ഉള്ളത് കൊണ്ടാണോ? തള്ളരുത്. ഉള്ള ഉറങ്ങിക്കിടക്കണ ജീവികളൊക്കെ എണീക്കും. ഇതന്നെയാണ് നൈറ്റ് ഓസ്ട്രേലിയ. കാമോൺ, ദേ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടേ. അവരാ ബീച്ച് വഴി നടന്നിട്ട് ഇവിടെ തന്നെ എത്തുള്ളൂ കേട്ടാ. നമ്മളൊരു സ്റ്റെപ്പ് കയറി, അത്രേ ഉള്ളൂ. കണ്ടുപിടിച്ചാ നീ? മതി വിട്ടോ. നല്ല മാറാമ്പല് കാട്ട് സ്പൈഡറാണ്. ഞാൻ ചിലപ്പോൾ സ്പൈഡർമാനാവട്ടാ. നിങ്ങൾ നോക്കേണ്ടി വരും പിന്നെ തന്നെ. പക്ഷെ എൻ്റെ അളിയും ഇത് ഈ മരം നോക്കി, ആരെങ്കിലും ബംബാർ പേര് പോലെ തന്നെ അവനൊരു ബംബാസ്റ്റിക് ആണ്. ബൊംബാക്സ് ഇൻസൈൻ ഡിഡു. എൻ്റെ അമ്മോ, आप बीच से ऐसे आए क्या? अच्छा, इधर से निकलने का था बीच हाँ. എൻ്റെ അമ്മ, അമ്മ തങ്കറാബ് അമ്മയുടെ ഒരെണ്ണം എടുക്കൂ, അതിനുശേഷം എൻ്റെ എടുക്കൂ. നമ്മൾ തിരിച്ച് ഇങ്ങനെ തന്നെ പോകണോ? അല്ല, ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. സെക്കൻഡ് നമ്മൾ അവിടെ ഗ്രാഫ് കണ്ടില്ലേ, ആ മാപ്പ് കണ്ടില്ലേ? സോറി, ആഷമ്മ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തില്ലേ, അത് മാപ്പാണ്. ആ മാപ്പ് അനുസരിച്ച് പോയ വഴിയല്ല തിരിച്ചു വരുന്നത്, വേറെ വഴിയാണ്. ഇതൊക്കെ ചതൽപ്പുറ്റല്ലേ ഇതൊക്കെ അവിടെ? ദേ ഇവിടെ നല്ല ഒരു നല്ല മാറാമ്പലുണ്ടേ, നോക്കി വരണം. നല്ല മാറാമ്പലിൻ്റെ സോഴ്സാണിത്. പുള്ളി രാത്രി കംപ്ലീറ്റ് ഇന്ന് കെട്ടിയതാണ്. നമ്മളായിട്ട് തകർക്കരുത്, മാറി കിടക്കുക. ഒരു മരം വീണ് കിടക്കണം നോക്കി, മണ്ടൻ.
Birds are indicators of the environment. If they are in trouble, we'll know we'll soon be in trouble. കറക്റ്റാണ്. പരിസരം നോക്കിയാൽ നമുക്കറിയാം പണി എപ്പോൾ വരുമെന്ന്. കയറ്റമുണ്ടല്ലേ? ഓ, കറക്റ്റായിട്ട് അവിടെ അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം അതിന് വേണ്ടിയാ. ശരിക്കും കാട്ടിക്കൂടി നടക്കുന്നൊരു സ്ഥലേ. അടിപൊളി. ഇത് അരമണിക്കൂറൊന്നും പോരാട്ടോ പുള്ളി പറഞ്ഞ പോലെ. കയ്യിൽ ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ. നമ്മളൊരു 45 മിനിറ്റ്സ് എങ്കിലും എടുത്തിട്ടുണ്ട്. ആ അതെ, സീറ്റ്. ഇത് വീണ്ടും അതേ മരം. ഇല്ല പതുക്കെ പോകുന്നുള്ളൂ. ഇതൊക്കെ ഇറക്കമാണത്. കാല് തെറ്റരുതേ ആശ, നോക്കണേ. ചില റൂട്ട്സ് പൊന്തിപ്പണ്ടേ. അതാ ഞാൻ പറഞ്ഞു നോക്കണം. വനത്തിലാവുമ്പോഴേ റൂട്ട് ദ നേച്ചേഴ്സ് അംബ്രല്ല. അത് സാധനം കൊള്ളാലോ. ഇത് സംഭവം ഇത്. ഓക്കെ, അത് ഇവിടെ വന്ന് നിൽക്കാന്ന് മഴ പെയ്യുകയാണെങ്കിൽ നേച്ചേഴ്സിൻ്റെ അംബ്രല്ലാന്ന്. പക്ഷെ അത് നല്ല കുഴപ്പമൊന്നുമില്ലല്ലോ. ശരീരത്തിൽ എവിടെയെങ്കിലും വേനുണ്ടോ? ഒന്നും പറ്റിയിട്ടില്ല. ധൈര്യമായിട്ട് നടക്കും. ഓക്കെ, നല്ല ഒഴുക്കി. അമ്മ നന്നായിട്ടൊന്ന് വീണ്. ഈ സലീം കുമാർ ചാണക്കുഴിയിലും മീശമതലിലും വീഴത്തില്ലേ, അതേപോലെ ഉണ്ട്. പക്ഷെ അമ്മ അവിടെ വീണ് കിടന്നത്. എത്താറായി കാണണം. 1.7 കിലോമീറ്റേഴ്സൊക്കെ ആവാറായി. അമ്മ വീണതോടുകൂടി ഗ്രൂപ്പിൻ്റെ മോട്ടിവേഷനൊന്നും മങ്ങിയിട്ടുണ്ട്. അതല്ല, ഇച്ചിരി റിസ്കി സ്ഥലം വരുമ്പോൾ ഒന്ന് തിരിയുക. ഓക്കെ, ഇതൊന്നും എനിക്കൊരു റിസ്ക് അല്ല സാർ. അല്ല, മനുവിനില്ല, കൂടെ ഉള്ളവർക്ക്. ചുമ്മാ പറഞ്ഞേ, ഞാൻ നോക്കാം. നോക്കി വന്നെ. തല ഇവിടെ ഉണ്ട്. ഇതേ ഈ സൈഡ് ഇവിടെ നന്നായിട്ട് കുനിയണേ. പക്ഷേ ഇവിടെ നന്നാ കുനിയണം കേട്ടോ. ഇവിടെ നോക്കിയൊക്കെ വരാം. ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ റൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന്. ഞാനും പറയുന്നുണ്ട് ആശയുടെ അടുത്ത് റൂട്ട്സ് ഉണ്ട്, നോക്കി നടക്കുന്നു. ഒന്ന് നമുക്ക് ഇവിടെ നിന്ന് നിന്നിട്ട് പോയാലോ? വേണ്ട, നോക്കി വരണേ. ഇവിടെ ഒരു ചെറിയൊരു റൂട്ടുണ്ടേ, നോക്കി വരണേ. ചെറിയ റൂട്ടല്ല, ഇവിടുത്തെ വലിയ റൂട്ട്. ഉഷാമ്മയ്ക്കൊരു കോമ്പൻസേഷൻ പ്രൈസ് എന്ന നിലയിൽ നമുക്കൊരു 1500 രൂപയുടെ ബോട്ടിന് പോവാം. ജംഗ്ലി ജാമുൻ. ഉഷാമ്മയ്ക്ക് കിട്ടുന്ന അത് ജാമുനാണെന്ന് തോന്നുന്നു കേട്ടോ.
അന്തോന്നും കാണുന്നില്ല. അന്തവും എന്തോന്നും കാണുന്നില്ല. ജാമുൻ്റെ ഇതാന്ന് കേട്ടോ. ജംഗിലി ജാമു. ആ അത് നല്ലതാ ഷുഗറിന്. ഇവിടെ Owl is the grand and rather clever old man of the forest. They are vigilant when the others are resting. മൂങ്ങ അങ്ങനെ ഇവരൊക്കെ മൈഗ്രേറ്റ് ചെയ്തോണ്ടിരിക്കടി. ഇവരിങ്ങനെ കാണണമെന്നൊന്നുമില്ല. ഇവിടെ സ്ഥലം ഇനി എത്ര ഉണ്ടെന്ന് കാണിക്കാം. നോക്കണേ, ഇവിടെ റൂട്ട്സ് ആണേ. തട്ടി വീഴരുത്, എല്ലാവർക്കും ചപ്പലാണ്. അടുത്ത് തന്നെ എത്തിയിരിക്കണം. കൊച്ചിനെ ചുവന്ന് നടന്നതിനുള്ള ദേശീയ അവാർഡ് നമ്മുടെ ഭാര്യ കൊടുത്തിരിക്കുകയാണ്. എന്ത് സാധനം ഇത്? നേരത്തെ കണ്ടാണല്ലോ. ആ കേൾക്കുന്നുണ്ട് സൗണ്ട്. നമ്മൾ ഈ ഐലൻഡ് കംപ്ലീറ്റ് നടന്നു കേട്ടാ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓൾമോസ്റ്റ്. ടിക് പോക്ക്. ആ സൗണ്ട് കേട്ടോ ക്ഷമ. അത് പക്ഷിയാന്നേ. കൊള്ളാം, കൊച്ചു സഹായിക്കണ്ടല്ലേ. ഗുഡ് തനു, ഗുഡ്, വെരി ഗുഡ്. നമ്മൾ തിരിച്ചു പോകുകയല്ലല്ലോ. ആ തിരിച്ചൊന്നും പോകുകയല്ലല്ലോ. അല്ല, നമ്മൾ തിരിച്ചെത്താറായി കഴിഞ്ഞാണ്. നമ്മളിപ്പോൾ എത്താറായി കാണുന്നേ. ബോട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ചെന്നലത്ത് 200 മീറ്റർ കൊണ്ടല്ല. വെരി ഗുഡ്. അതാണ് മോട്ടിവേഷൻ കണ്ട. ആ ആകോ എൻ്റെ കടമയാണ്. ബോട്ട് മിസ്സാവും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? Come on. Yo. Come on, ചേട്ടാ. 2.41 kilometers. It's not 1.7. അത്ര നടന്നുണ്ടോ? ഉറപ്പാണോ? ഇത് 1.7 one side ആയിരിക്കും. ഇപ്പോൾ പോടുന്നു. അങ്ങനെയാണ് ഇനിയും കൂടുതൽ വരുന്നത്. വാച്ച് തെറ്റ് പറയത്തില്ല മനു. ആ ദേ കയറി നിന്ന സ്ഥലമില്ലേ, കണ്ടില്ലേ? നിൽക്കുന്നു ഫ്രണ്ടിൽ. പൊളി കഴിഞ്ഞ് ട്രക്ക് കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നേച്ചേഴ്സ് ട്രക്ക് ഇതേ കഴിഞ്ഞ്. ഇതാണ് നമ്മൾ ചെയ്ത ട്രക്ക് 1.7. കണ്ടോ എൻ്റെ മോനെ. അടിപൊളി. ബാ ഇതിന് ഇനി പൊക്കത്തൊന്നും കയറണ്ടല്ലോ.
ജോളി ബോയ് അല്ലേ? ജോളി ബോയ് ഒന്ന് പോയി കാല് നിൽക്കണോ? ഇത് കാല് ഓക്കെ, നമ്മൾ അവസാനം ഫൈനലി ട്രക്ക് കഴിഞ്ഞു. കാലിക്കണ ലഗേജ് ഉണ്ടോ? 1 2 3, പിന്നെ വൈഫിലെ തൊപ്പിയും എല്ലാം നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൽ കഴിഞ്ഞിട്ട് നമുക്കിനി 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ. അപ്പോൾ ഒരു 1500 രൂപയുടെ വലിയ ഒരു മാക്സിമം പൊട്ടൻഷ്യലുള്ള ഒരു കോറൽ റീഫിൻ്റെ നമ്മളൊരു പ്ലാൻ എടുത്തു. എല്ലാവരും ഉണ്ട്, നമ്മൾ ഇറങ്ങുവാണ്. എത്ര സമയം എടുക്കുമെന്ന് പറയാം. അൺലിമിറ്റഡ് എന്നൊക്കെ അവർ പറയുമെങ്കിലും പ്രാക്ടിക്കലായിട്ട് 45 മിനിറ്റ് ഉള്ളൂ എന്നാണ് മെയിനായിട്ടുള്ള നമ്മുടെ ആൾ പറഞ്ഞത്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. 50 फीट का ऊपर है, मैग्नीफाई ग्लास है करके नजदीक दिखता है सर। अच्छा, ये 50 फीट के नीचे? जी सर, वो मैग्नीफाई ग्लास लगा हुआ है ना सर, इसके पीछे आपको जूम करके दिखा रहे हैं सर। अभी देखिए नजदीक नजदीक हाई क्या आएगा। मैग्नीफाई ग्लास है सर। चोरी करना चांस फिश दिखत होतो का ग्रीन मछली देखिए, बहुत सारा मछली स्टार फिश आएगा। स्टार फिश होता है. कब जैसा है ना मशरूम कोरल है सर। आज ये बड़ा बड़ा दिख रहा है बोल्डर कोरल बोलते हैं इसको। मेन इसको बोलते हैं मदर कोरल। मेन कोरल होता है बड़ा बड़ा वाला, उसी के ऊपर में देखिए सारे कोरल बनेगा। बहुत किस्म का ब्लैक में दिख रहा है सर, छोटा सा देखिए सी कुकुम्बर बोलते हैं। ब्लैक में देखिए छोटा सा स्टार सी कुकुम्बर, ये सब लाइव कॉरल्स है क्या? सब लाइफ है सर। मैरिन लाइफ कोरल। इसलिए आप 6 महीने के बाद स्विच कर लेते हो? जी जी जी। डीएफ फिश डॉट डॉट में दिख रहा है ना, डीएफ फिश। चिक्कतवे कण्णोक ये अभी कितना फीट होगा? या आपका 10-15 फीट होएगा सर। तो मैग्नीफाई ग्लास है, ब्लैक में सर्जन फिश। स्टार फिश देखिए सर, ब्लैक स्टार कलर फिश फिश अंदिले എവിടെ? ते आ स्टार साइड फिश हाँ അവിടെ അല്ലേ? बहुत कलर में आते ही रहेगा देखिए। फिश मन चेको बी ये कौन सा, ये आप रुक गए, आप जो बोल रहे थे ये कौन सा आप 3 तरह का बोल सर रहे ये पहला रीफ है सर। हाँ, ये रीफ स्टार 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 फिश फिश रीफ है सर। सेकंड आएगा आपको, सेकंड की रीफ सामने देखिए ब्लू कलर का स्टार फिश ग्लास हाँ, में ये देखिए देखिए। सर। ബ്ലൂ കളർ का स्टार फिश ഈ ബ്ലൂ കളർ സ്റ്റാർ ഫിഷ് ചോദിക്കോ ചോദിക്കോ. स्टार फिश സാരില്ല സാരില്ല നമുക്കത് മനസ്സിലാവില്ല. അതിന്റെ ടെന്റക്കിൾസ് കണ്ടാൽ അവർക്ക് ഷേപ്പ് കണ്ടാലേ മനസ്സിലാവും. सर। जो ब्लैक और येलो दिख रहा है सर आपको जेब्रा फिश है सर। सीब्रा फिश ते लाइन से फिश दिखले इचिते सर आगे और भी बहुत दिखेगा सर आपको। ग्लास में ध्यान रखिए, बहुत सारा चीज मिस भी हो जाएगा, नहीं तो ध्यान नहीं रखना। ये सी कुकुम्बर सबसे लेजी बोलते हैं उसको. जी सबसे लेजी स्लो चलता है। ये जो स्टोगन कोरल शेल टाइप जो लग रहा है स्टोगन कोरल सर वो मशरूम कोरल। मशरूम कोरल्स. ये शंपू नी सने दिक्क നമ്മൾ മറ്റേത് കണ്ട എന്ത് ब्लू പറയുന്നല്ലേ? कलर स्टार फिश दिखले ते ब्लू ते स्टार फिश वाओ. सर 2 तरह का स्टार फिश होता है सर, एक में 5-8 रहेगा सर, हर एक में 6 रहेगा सर। देखिए सामने आ रहा है सर, पीछे रेड स्टार फिश सामने देखिए और एक स्टार फिश है देखिए। दे. इसमें 5 है सर। ये दिखना है इस किसी में 6 होता है. सी कुकुम्बर देखिए, ब्लैक में पेंसिल सी कुकुम्बर। दे. इचिचे बनाना फिश, ये बनाना फिश है देखिए, लाइनिंग में है ना बनाना फिश। इचिते लाइन से फिश दिखले नीचे ये तो बनाना फिश इचिते स्टार फिश दिखले पिंक इനി നെക്സ്റ്റ് സ്റ്റാർ ഫിഷ് തന്നു അമ്മാടെ കൊണ്ട് ഉണ്ടാക്കല്ലേ നൈസ് നൈസ്. ರಂಗಸ್ ವೆ ಚಿತಾ ನಮ್ಮದಿ ಕೂರನು ಹೆಂಚ ಕಲರ್ ಮನು ಸಂಗು ಕಾಗಲ್ಲ ಬ್ಲೂ ವೆ ರೆಡ್ ವೆ ನು ಬ್ಲೂ ಈಚ ಬ್ಲೂ ವೆ ಪಿಂಕ್ ಈಚ ಪಿಂಕ್ ನೇ ವೈಟ್ ಬ್ಲೂ. ये सब रॉक्स है ना? जी जी ये बड़ा बोल्डर कोरल, ये देखिए फिंगर कोरल देखिए, ब्लू कलर में दिख रहा है ना फिंगर कोरल। ओके ये कप जैसे मशरूम कोरल सारे। ತನು ನೆಕ್ಸ್ಟ್ ये ಹಾಕೊಳ್ಳಿ पैरोट फिश देखिए, येलो कलर में बटरफ्लाई। बटरफ्लाई फिश देखिए यार एक स्टार फिश आ रहा है, ये स्टार फिश है ना. എന്ത് രസമല്ലേ? तो स्टार सी कुकुम्बर देखिए, ब्लैक में दिख रहा है नहीं, कौन सा? ये देखिए नीचे 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 जा रहा है नहीं, हाँ हाँ हाँ. सामने और एक स्टार फिश आ रहा है देखिए। ఇది అన్నం सर చెప్పాలి मेरे से बात कीजिए, लेकिन ग्लास में ध्यान सी रखिए, तपूने की जर्नी से तो मिस हो जाएगा, बहुत सारा चीज चले जाता ना।
बोट को तो गाड़ी का जैसे उठने नहीं सकता। സ്റ്റാർ ഫിഷ് 2-3 ഉണ്ട്. ब्लैक फिशेस तो मैंने स्टार फिश आता था करता वही है मम्मा कहता എനിക്ക് ടോർട്ടോയ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മുझे वो बहुत अच्छा लगा തേവി തേഞ്ചി സീ കുക്കുംബർ പലതരം സീ കുക്കുംബർ ടോട്ടോയ്സ് ഉണ്ട്. വലുത് പൊളിച്ചൊരു ടോട്ടോയ്സ്. ഭയങ്കര ഉള്ള തുലസ് ടോർട്ടോയ്സ് देखिए पेंसिल सी कुकुम्बर सामने, ഇതല്ലേ बस ਇਹਦਾ പെൻസിൽ സീ കുക്കുംബർ. ये देखिए जा रहा है नहीं, पेंसिल सी कुकुम्बर। ഇത് പിങ്ക് വാല കേ वो पिंक वाला ഉള്ളതാ ഓക്കേ स्टार फिश देखिए ब्लू पिंक वाला, ब्लू वो भी सी कुकुम्बर है सर। वो भी सी सी कुकुम्बर. कुकुम्बर 7-8 किस्म का होता है। स्टार सी कुकुम्बर ब्लैक में थोड़ा डीप में जाते हैं सर। नीचे ब्लू स्टार कप जैसा है ना सर, मशरूम कोरल सर, हाँ मशरूम कोरल्स. लेदर टाइप रहेगा, सॉफ्ट रहेगा। मशरूम कोरल्स. स्टार फिश है सामने देखिए एक फिशेस आ रहा है, देखिए बड़ा सा फिश, ठीक है, ബ്ലാക്ക് ब्लैक टाइप का ബ്ലാക്ക് फिश। ദോനി ഫിഷ് നമ്മൾ ഫൈറ്റ് करते ചെയ്യും इचे हल्ला बगले की फिश सांभरने से कलर फिश इचे ब्लैक तो वो देखिए टॉर्टोइस फिर से आ रहा है सर, नीचे देखिए टॉर्टोइस, दूसरी कई एकदम नीचे है, देखिए टॉर्टोइस नीचे हाँ दिख रहा है सर। हाँ हाँ. ഓ മൈ ഗോഡ്. दो टोटो എൻ്റെ അമ്മേ. കിട്ടില്ലൻ അത് വരി ഞാൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചുപിടി. സാരില്ല ഇങ്ങനെ हाँ सर टॉर्टोइस चले गए फिर भी दिखाई दे रहा है दिख रहा है टॉर्टोइस। ये आपके साइड में मेरे साइड में. डीप वाटर है क्या? डीप वाटर है मुझे नहीं पता पर दे दे दे. देखा टॉर्टोइस सर, കണ്ടോ वो देखिए सर, नीचे में, वो नीचे देख के जा रहा है टॉर्टोइस मैडम, वो देखिए देखिए सर। അമ്മത്തെ സൈഡ് അമ്മ दिखेला दिखेला आगे ना होता है। ഓക്കെ, അപ്പോൾ ജോളി ബോർഡ് ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏതാണ്ട് 12:20. നമ്മൾ ഷിപ്പിലോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളൊരു അകത്തൊരു ട്രക്കും ചെയ്തു. പിന്നെ 1500 രൂപയുടെ ഒരു ഫുൾ 3 റീഫുള്ള ഒരു ചെറിയൊരു ഗ്ലാസ് ബോട്ടം റൈഡും ചെയ്തു. നന്നായിരുന്നു, അടിപൊളി. എനിക്ക് തോന്നുന്നത് 1000 രൂപേനെക്കാട്ടും നല്ലത് 1500 തോന്നുന്നു. ഇവിടെ ഉള്ളൊരു കാണുന്നുണ്ടെന്നറിയില്ല, ഫിഷസ് ഓടുകയാണ്. ഇതുണ്ടോ, നമ്മൾ വരുമ്പോഴേക്കും മച്ചാൻ ഓടുകയാണ്. നല്ലൊരു ആംബിയൻസാണ്. പറ്റുവാണെങ്കിൽ ഒരു ദിവസം സ്പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് എക്സ്പെൻസീവാണ്, 1800 രൂപ ടിക്കറ്റ് പെർ പേഴ്സൺ. പിന്നെ ഒരു 1500 രൂപ ഇവിടെ വന്നിട്ട്, അതായത് ഒരു 3300 ഒരാൾക്ക് പോവും. ജോളി ബോയിൽ വന്നിട്ട് പിന്നെ വണ്ടൂർ വരെയുള്ള ടിക്കറ്റ് നമ്മുടെ മെയിൻ ലാൻഡിൽ നിന്ന് അതൊരു 1200 രൂപ 1500 രൂപ പെർ പേഴ്സൺ. അപ്പോൾ ടോട്ടലൊക്കെ ഒരു 5 രൂപ മാറി കിട്ടും മിനിമം. പക്ഷേ വർത്ത് വിസിറ്റിംഗ് ആണ്. ഇവിടുത്തെ കോറൽസൊക്കെ കാണുമ്പോൾ ഞാൻ നീലിലും ഗ്ലാസ് ബോട്ടം റൈഡ് ചെയ്തു. പക്ഷെ നീലിലും വെച്ച് നോക്കുമ്പോൾ ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുണ്ടെങ്കിൽ കുറേ സൈറ്റ് സീയിങ് ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, നീലിലെ ഗ്ലാസ് ബോട്ടം ഒരു കാശിനുള്ളായിരുന്നു. ഒന്നാമത് അവിടെ ഒരുപാട് ഫെറി മൂവ്മെൻ്റൊക്കെ ഉള്ള കാരണം വെള്ളമൊക്കെ ഭയങ്കര ചെതറി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിയിലോട്ടൊന്നും കാണാൻ കഴിയില്ല. ഈ ഇവിടെ ഒക്കെ ഉണ്ട്, ഇവിടെ ഒന്നും മൂവ്മെൻ്റ് ഒന്നുമില്ല. അത് കാരണം ഇവിടെ നല്ല ക്ലിയർ വാട്ടറാണ്. ഇവരാ ഗ്ലാസ് ബോട്ടത്തിൻ്റെ അടിയിലൊരു മാഗ്നിഫൈങ് ഗ്ലാസ്സാണ്. അപ്പോൾ ഒരു 30, 40, 50 ഫീറ്റ് വരെ അടിയിലൊക്കെ അവർ നന്നായിട്ട് കാണിച്ചു തന്നു. മൊത്തത്തിൽ നല്ലൊരു സമയം ചെയ്യാൻ പറ്റാവുന്നത്. ഓക്കെ, യെസ്.